ഐഷു, എടി കാർത്തിക് എവിടെ? ഹായ്. ഞാനിപ്പോ വരാം. ഇവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? അർജുൻ, ഇത് ഐശ്വര്യയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു. ഐശ്വര്യ, ദിസ് ഈസ് ഫോർ യു. ഓക്കേ. You good? സോറി. എവിടെയാടി വീണ? What, ma'am? Huh? അവിടെ ഉണ്ട്. അവനോട് പോയി. എനിക്കറിയില്ലടി. ഇവിടെ ഐഷു, കൺഗ്രാറ്റുലേഷൻ, ഓൾ ദ ബെസ്റ്റ്. ബോസ് നമസ്കാരം, ഞാൻ ഐശ്വര്യയുടെ ഫ്രണ്ടാ കാർത്തിക്. നല്ല തങ്കപ്പെട്ട സ്വഭാവ ബോസ്, നിങ്ങൾ ഭാഗ്യവാനാണേ. ഫോട്ടോഗ്രാഫർ എടുത്തോ. ഓൾ ദി ബെസ്റ്റ് ബോസ്. Thank you. ഇതാ ഐഷു. എന്നാ വരട്ടെ. ശരിയാണ്. Thank God. ഐഷു, അതിനകത്ത് ബോംബ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും. ചുമ്മാ പേടിപ്പിക്കാതെ, ഞാൻ തന്നെ ഓപ്പൺ ചെയ്യാം. ഞാൻ പോയി ഓഫ് ചെയ്തിട്ട് വരാം. നീ പാർസൽ നോക്കാം. ഇത് നിന്റെ പാഴ്സലാ, നീ തന്നെ തുറന്നാ മതി. ഞാൻ പോയി ഓഫ് ചെയ്തിട്ട് വരാം. ഹേയ്, ക്യൂട്ട് ഗിഫ്റ്റ്. കൊള്ളാല്ലേ? മിസ്റ്റർ ആൻഡ് മിസ്സസ്. എല്ലാവരും അപ്സരസിനെ പോലെ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ എല്ലാവർക്കും അത് വന്നു ചേരില്ല. എന്നാൽ എനിക്ക് കുറച്ചു ദിവസം ആ അപ്സരസിനെ സ്നേഹിക്കാനുള്ള അവസരം കിട്ടി. ഇനി ഞാൻ 100 വർഷം ജീവിച്ചാലും നിന്റെ കൂടെ ഇരുന്ന ആ കുറച്ചു ദിവസങ്ങളാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങൾ. അങ്ങനെ ഒരു സന്തോഷം നൽകിയ എന്റെ അപ്സരസിന്റെ ലൈഫിൽ എപ്പോഴും സന്തോഷം നിറഞ്ഞിരിക്കാൻ എന്റെ ആശംസകൾ. കാർത്തിക്. കാർത്തികിനെ നമ്മൾ ഒരുപാട് തെറ്റായിട്ട് വിചാരിച്ചു അല്ലേ? ആദ്യം നീ അവന് ഫോൺ ചെയ്ത് ഒരു താങ്ക്സ് പറ. പറയുന്ന കേക്ക്. ഇങ്ങനെ മസില് പിടിക്കാതെ സംസാരിക്ക. ശരി. പറയാ ഐശ്വര്യ. ഇപ്പോഴാ ഞാൻ നിന്റെ ഗിഫ്റ്റ് കണ്ടത്. വെരി നൈസ്. താങ്ക് യു സോ മച്ച്. നിനക്കിഷ്ടമല്ലേ അല്ലേ? ആക്ച്വലി ഞാനിത് തീരെ പ്രതീക്ഷിച്ചതല്ല കാർത്തിക്. വെരി ഹാപ്പി. ഏയ്, ഇതിനെന്താ ഇത്ര? നീ സന്തോഷമായിട്ടിരിക്കുന്നതാണ് എന്റെ സന്തോഷം. ഓക്കെ കാർത്തിക്, താങ്ക് യു. ഞാൻ വെക്കട്ടെ? ഐശ്വര്യ, ഒരു കാര്യം കൂടി. എന്താ കാർത്തിക്? നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൊന്ന് മീറ്റ് ചെയ്താലോ? ആക്ച്വലി ഞാൻ കുറച്ച് ബിസിയാണ്, സോറി. ഓ, അങ്ങനെയാണോ? വേറൊന്നുമല്ല, നമ്മൾ സ്നേഹിച്ച സമയത്ത് നീ തന്ന ഗിഫ്റ്റ്, ഫോട്ടോഗ്രാഫ്സ്, അതെല്ലാം എൻ്റെ ഇരിക്കുക. അത് കാണുമ്പോൾ എല്ലാം നിന്റെ ഓർമ്മ എനിക്ക് വരുന്നത്. അതെല്ലാം നിനക്ക് എങ്ങനെയും തന്നേക്കാന്ന് വിചാരിച്ചു. നോ പ്രോബ്ലം, നീ ഫ്രീ ആയിട്ടിരിക്കും പറ, അപ്പം നോക്കാം. അങ്ങനെയല്ല കാർത്തിക്, ഞാൻ ഫ്രീ ആണ്. നാളെ മോർണിംഗ് മീറ്റ് ചെയ്താലോ? ഞാൻ എവിടെ വരണ്ടേ? ജിമ്മിന്റെ താഴെയുള്ള റെസ്റ്റോറന്റിലേക്ക് വാ, അവിടെ കാണാം. എന്തൊക്കെ തന്നെയായാലും കാർത്തിക് നല്ല ചെറുക്കനാണ്. എന്റെ എൻഗേജ്മെന്റിന് വന്നു, ക്യൂട്ടായി ഗിഫ്റ്റ് തന്നു, എത്ര ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്തു അല്ലേ? അല്ലേടി? ഇല്ല, എനിക്കത്ര വിശ്വാസം പോരാ. അതെങ്ങനെയാടി ഐഷു? അവൻ ഇത്ര വേഗം നിന്നെ വിട്ടുകളയാൻ സാധ്യതയുണ്ടോ? നീ അവനെ തെറ്റായ പോയിന്റ് ഓഫ് വ്യൂല് നോക്കാൻ ശ്രമിക്കണ്ട. അവൻ ജെന്യൂനാ. കോപാകുലനായ കാമുകൻ. കാമുകിയുടെ മുഖത്തിൽ ആസിഡ്.
നിന്റെ ഈ മനോഹരമായ മുഖം കത്തിക്കറിഞ്ഞ് ഞാൻ കാണേണ്ടി വരൂടി. അയ്യോ. ദാ നോക്ക്, അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇരിക്കുന്നുണ്ടല്ലോ. ഹായ്. നീ പോയിരി. നീ പോ. പോവൻ. നീ പോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലായിട്ട് ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലോ. ഞാൻ വെറുതെ എന്തിനാ ഇവിടെ നടക്ക്? നിങ്ങൾ ഇരിക്കുന്നേ. ഓക്കെ, എന്താ നിങ്ങക്ക് കഴിക്കാൻ വേണ്ടേ? വേണ്ട വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് പോവണം. ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. 2. രണ്ടാ? എന്റെയും കാര്യം പോക്കാ. കല്യാണ സന്തോഷമൊക്കെ മുഖത്തുണ്ടല്ലോ. വളരെ സന്തോഷത്തിലല്ലേ? അങ്ങനെയൊന്നുമില്ല. ഹസ്ബൻഡ് ആളെങ്ങനുണ്ട്? നല്ല വെയിറ്റ് പാർട്ടിയാ? അല്ല, എന്തിനാ ചോദിച്ചെന്ന് വെച്ചാ നിനക്ക് ഒരുപാട് പ്രതീക്ഷയല്ലായിരുന്നോ? എല്ലാം നോക്കിയും കണ്ടുമല്ലേ ചെയ്തേക്കുന്നേ? ആണോന്നോ? അവര് തലമുറയാ വലിയ പണക്കാരാ. ഓ, അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് സുഖമല്ലേ? കാണാൻ ടോട്ടലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഐ ഫീൽ സോ ഹാപ്പി ഫോർ യു കാർത്തിക്. അതിന് സംശയമുണ്ടോ? നീ എന്നെ വിട്ടു പോയപ്പോ ജീവിതം തന്നെ അവസാനിച്ചെന്ന് വിചാരിച്ചേ. സൂയിസൈഡിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കി, ഞാനെന്തിനു ചാകണം? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നെ പ്രേമിച്ചവള് മറ്റൊരുത്തന്റെ കൂടെ സന്തോഷത്തോടെ പോയി. സത്യം പറഞ്ഞ അവളല്ലേ ചാകേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ചില സമയം തോന്നാറുണ്ട്, ആസിഡ് എടുത്ത് മുഖത്തേക്ക് ഊറ്റിയാലോ എന്ന്. എനിക്ക് ഈ ലവ് ഫെയിലിയർ ആയാലും താടിയും വളർത്തി നടക്കുന്നത്, കുടിയും കഴിഞ്ഞ് റോഡിൽ കിടക്കുന്നത്, പെണ്ണുങ്ങളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നേ. നിങ്ങളുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ, നന്നായിട്ട് ജീവിച്ച് കാണിക്കണം തോന്നുന്നു. സൂപ്പർ സൂപ്പർ, ഇങ്ങനെ വേണം ജീവിതത്തിൽ. എല്ലാം പോസിറ്റീവായിട്ട് കാണണം. നിങ്ങളുടെ നല്ല മനസ്സിന് ചേരുന്ന പോലെ അധികം വൈകാതെ ഒരു നല്ല പെൺകുട്ടി തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടിയാ നിന്നെ വിളിച്ചത്. അതിനെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഇപ്പൊ ഞാനൊരു 500 രൂപ നിനക്ക് അങ്ങോട്ട് തന്നു വെച്ചോ, അത് നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു. ഇപ്പൊ എനിക്ക് ആരാണ് 500 രൂപ തിരിച്ചു തരേണ്ടത്? ഞാനാ തരണ്ടേ? അത് കറക്റ്റ്. ഞാനെന്താ അതേ 500 രൂപ തന്നെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ, വേറൊരു 500 രൂപ തന്നാ മതി. നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലായില്ല? ഞാൻ നിന്നെ മറക്കണം. നിന്റെ ഓർമ്മ പോലും എനിക്ക് വരാൻ പാടില്ല. നിന്നെ എനിക്ക് വേണ്ട. അതിന് പകരം നിന്നെ പോലെ തന്നെ ഒരു സുന്ദരിയായ പെണ്ണിനെ എനിക്ക് കാണിച്ചു തന്നിട്ട് നീ നിന്റെ പാട്ടിന് പോയിക്കോന്നേ. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന? നിങ്ങൾ സംസാരിക്കുന്നത് ശരിയല്ല. പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെയാ സംസാരിക്കണം അറിഞ്ഞൂടെ? ടീന, എഴുന്നേക്ക്, നമുക്ക് പോവാം. സംസാരിച്ചോണ്ടിരിക്കല്ലേ, അവിടെ ഇരിക്കേ. നീ വാ, നമുക്ക് പോവാം. അടിച്ച് അവിടെ ഇരിക്കാൻ. ഇരിക്കാനല്ലേ പറഞ്ഞത്? അവിടെ ഇരി. എന്താടി, നിങ്ങൾ തന്നെ വരും, എന്നിട്ട് പ്രേമിക്കും, പണമില്ലെന്നറിഞ്ഞതും പാതിയിൽ വിട്ടേച്ച് വേറെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. ഞങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് വന്ന് സിനിമയിലൊക്കെ കാണുന്ന പോലെ ശോകമുഖനായി കയ്യിൽ ഗിഫ്റ്റും വെച്ച് നിങ്ങളെയൊക്കെ പൂജിക്കണം. എന്തിനാ ഇങ്ങനെ ടെൻഷനിൽ സംസാരിക്കുന്ന? നല്ല മനസ്സുള്ള ആളല്ലേ നീ. ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ കാർത്തിക്? ഐ മിസ് യു കാർത്തി, ഐ ലൈക്ക് യു സോ മച്ച്. ഈ സംസാരിച്ച് ചിരിച്ച് മയക്കുന്ന പരിപാടിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എന്നാ നീ കേട്ടോ, ഫ്യൂച്ചറിൽ ഞാൻ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാലും നിന്നെ ഞാൻ മിസ് ചെയ്ത് പോയല്ലോ എന്നുള്ള തോന്നൽ ഒരിക്കലും വരാൻ പാടില്ല എനിക്ക്. അതുകൊണ്ട് നിന്നെ പോലെ തന്നെ ഒരു സുന്ദരി പെണ്ണിനെ എനിക്ക് എത്രയും വേഗം സെറ്റ് ചെയ്ത് തരണം. നീ തരില്ലേ? എന്താ പറ്റില്ലെന്ന് പറഞ്ഞ നീ എന്ത് ചെയ്യും? അപ്പൊ നിന്റെ കല്യാണം ഞാൻ മുടക്കും. നീ എത്ര പൈമാരെ നോക്കിയാലും എല്ലാത്തിന്റെ ഇടയ്ക്ക് കയറി കലക്കി കളയും ഞാൻ. നമ്മൾ രണ്ടുപേരും പ്രേമിച്ചതാ, ഒരുമിച്ച് ചുറ്റിയതാ. എന്താ നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞെന്ന് കൂടെ ഞാൻ പറയും. സാക്ഷി പറയാൻ എല്ലാവരും വരും. നമ്മുടെ ടീനയും വരുമല്ലോ. എന്താ ടീനെ, നീ വരില്ലേ? ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഗോ യു ഗോ പോലീസ്, ഐ ഗോ കല്യാണക്കലക്. എടി, ഇതല്ലേ പയ്യന്റെ നമ്പർ? വേണ്ട കാർത്തിക്, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. വേണ്ട കോൾ ചെയ്യരുത് കാർത്തിക്, പ്ലീസ് കാർത്തിക്, സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. പ്രേമിച്ചവന്മാർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചേ? പെണ്ണുങ്ങൾ ചതിച്ചാ താടിയും വളർത്തി ശോകഗാനവും പാടി നടക്കുമെന്ന് വിചാരിച്ചോ നീ?
ദേ നോക്ക്, ഇന്ന് ഒരു ദിവസം മാത്രം തരാം. ആലോചിച്ച് തീരുമാനിച്ചോ നീ? ഡാർലിംഗ്, എന്നാ വരട്ടെ. I don't care like I ain't never gonna change like I don't care like my love for you would never die. I don't care like കാലക്കേടാ നീ. എന്താന്ന് വെച്ചാ അവള് നിന്റെ നേരെ തൊടുത്തുവിട്ട അമ്പ് ക്യാച്ച് ചെയ്ത് റിവേഴ്സിൽ അവളുടെ നേരെ വിട്ടത് കണ്ടില്ലേ? അവിടെയാടാ മോനെ നീ ഇന്ദ്രജിത്ത് അഴിഞ്ഞെളിഞ്ഞത്. ചേട്ടാ, സിൻസിയറായി സ്നേഹിക്കുന്ന പെണ്ണാണ് നമ്മുടെ ജീവൻ പോലും കൊടുക്കാന്നേ. പക്ഷെ ഇതുപോലത്തെ പെണ്ണുങ്ങൾക്ക് അതുപോലും കൊടുക്കാൻ പാടില്ല. കറക്റ്റായ കാര്യമാണ് നീ പറഞ്ഞത്. അതായത് ഇനി മുതല് സ്നേഹിച്ച കാമുകനെ പടുകുഴിയിലേക്ക് പറഞ്ഞയക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇനി മുതൽ ഇതൊരു പാഠമായിരിക്കും. എടാ, ഇവിടുത്തെ യൂത്തിന് നീ തന്നെടാ റോൾ മോഡൽ. ഹലോ കാർത്തിക്, നീയൊക്കെ നശിച്ചു പോയുള്ളൂ. ഏയ്, എന്താന്ന് പറ. ഐഷു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചറിയോ? എന്താ? ഇവനാണോ? കാർത്തിക്, നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേ? ചത്തൊന്ന് നോക്കാൻ വേണ്ടി വന്നാണോ? കാർത്തിക്, ഏയ് നിക്ക്, അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ? കളഞ്ഞിട്ട് നിനക്ക് പൊക്കൂടെ? പിന്നെ പിന്നെ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നേ? ചോദിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചോ? ഏയ് നിർത്ത്, ഇവനോട് തന്നെ സംസാരിക്കുന്നേ. നീ എന്താ വലിയ പുള്ളിയാടാ? അച്ഛനും അമ്മയില്ല, നീ എന്തും ചെയ്യോടാ? നീ മാറിക്ക്. എന്താടാ, വേറൊരു പെണ്ണിനെ നിനക്ക് സെറ്റ് ചെയ്ത് തരണോ? അല്ലേ പ്രേമിച്ച പെണ്ണ് നിനക്ക് മാമാപ്പണി ചെയ്യണോ? ഏയ് അവനോടൊന്നും പറയണ്ട, ആദ്യം അവനെ വെളിയിലേക്ക്. ഏയ് പോടാ പോടാ പോടാ, പറഞ്ഞു കേട്ടില്ലേ? പോടാ. പോടാ പുറത്ത്. പോടാ പോടാ പുറത്ത് പോകാൻ. മര്യാദക്ക് പൊക്കോടാ നീ. അവിടുന്ന് കളിക്കല്ലേ? കേട്ടില്ലടാ, പോകാൻ. വേണ്ട. എന്താടാ, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഒന്ന് തന്നാലുണ്ടല്ലോ. kick me, I kick you back, you hit me, I hit you back. Wanna say something, come talk to my face, you talk in my back, you would have me. You kick me, I kick you back, you hit me, I hit you back. Wanna say something, come talk to my face, you talk in my back, you would have no face, എടി, എന്നെ തല്ലാം റൗഡിയും കൊണ്ട് വരുമല്ലേ? ഇരിക്കടി, ഇരിക്കാൻ. സൂയിസൈഡ് ചെയ്യുന്ന ആളാണോ നീ? സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ മുഖമാണോ ഇത്? എടി, കെട്ടഴിക്ക്. അഴിക്കടി, കെട്ട്. അഴിക്കാൻ പറഞ്ഞപ്പോ എടാ, കെട്ടഴിക്കാൻ പറ. കെട്ടഴിക്കാൻ പറടാ. ചേട്ടൻ പറയുന്ന പോലെ ചെയ്യേ. എടി വെള്ളപ്പാറ്റേ, ഇവള് കള്ളിയാ ചേട്ടാ. പറ്റിക്ക പ്രസ്ഥാനം അല്ലേ? ഫ്രോഡ്, ഫ്രോഡ്, 1 നമ്പർ ഫ്രോഡ്. ചേട്ടാ, ആരാ ചേട്ടാ ഇവള്? ഭൂലോക ഫ്രോഡാന്ന് തോന്നല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഇതിന് നിന്റെയൊക്കെ സപ്പോർട്ട് അടിച്ചോണ്ടല്ലോ. എണീറ്റ് കൂടി. ആളെ അറിയാതെ വന്ന് പെട്ടുപോയല്ലോ ദൈവമേ. ചേട്ടാ, ഇനി ഈ പെണ്ണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണേ പറയണേ. ഞങ്ങൾ തന്നെ ഇവിടെ മുഖത്ത് ഒറ്റ വെട്ട്. എന്റെ പൊന്നെ, 2 കാലം അനക്കാൻ വയ്യ. ശരിയേട്ടാ, ശരി, വിട്ടോടാ. നീ ഇവിടെ നിൽക്കണ്ട, വാ. ചാകാൻ പോകുമ്പോൾ ഇത്രയും മേക്കപ്പ് ഇട്ടോണ്ടാ ചാകുന്നേ? അത്രയും വിവരമുണ്ടല്ലേ? ഇങ്ങോട്ട് നോക്ക്. ഇതുപോലെ ഇങ്ങനെ നാണക്കെട്ട ഐഡിയ ആലോചിക്കുന്നതിന് പകരം നീ മര്യാദയ്ക്ക് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ട് നീ നിന്റെ പാട്ടിന് പോയിക്കോ. ചുമ്മാ പെണ്ണുങ്ങളെ സെറ്റ് ചെയ്തതാന്ന് പറഞ്ഞ ഈ ടീന നിന്നെ എത്രയ്ക്ക് സ്നേഹിച്ചു അറിയോ നിനക്ക്? ചോദിക്കല്ലേ ടീനെ, പറ. അയ്യോ കാർത്തിക്, എനിക്ക് എന്റെ ചേട്ടനെ പോലെയാ. അല്ലേ? കഴുതേ. ദേ, വീണ്ടും നീ എന്നെ ഇതുപോലെ പറ്റിക്കാനായിട്ട് ശ്രമിച്ചോണ്ടല്ലോ, നീ സൂയിസൈഡ് ചെയ്യേണ്ടി വരില്ല. ഞാൻ തന്നെ നിനക്ക് കാലിനാകും. സോറി കാർത്തിക്, ഞാൻ വെറുതെ തമാശയ്ക്ക്. സോറി, ഞാൻ അറിയാതെ. ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ നിന്നോട് പറഞ്ഞ പോലെ ഒരു പെണ്ണിനെ ഇപ്പൊ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിക്കോണം. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ.
പേര് പറ. ആ സച്ചിൻ തെണ്ടുൽക്കർ. ആ, എടി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ഒക്കെ പറ. അല്ല നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നേ? നിനക്ക് പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? പെണ്ണിനെ കണ്ടുപിടിക്കാം, പക്ഷെ നിന്റെ സൗന്ദര്യം ഉണ്ടാവോ? എന്നെക്കാട്ടിലും നല്ലൊരു പെണ്ണിനെ കിട്ടും. ആ. ഇതിൽ നീ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്, അവളെ ഞാൻ നിനക്ക് സെറ്റ് ചെയ്ത് തന്നേക്കാം. അതിനുശേഷം നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ആ ഓക്കെ. മുരുക, അങ്ങനെ ചെയ്യാതെ മാറ്റത്. കള്ളത്തരം കാണിക്കുന്നോ? മര്യാദക്ക് ചെയ്യടി. കാർത്തിക്, ഗോൾഡ് മെമ്പർഷിപ്പ് വേണോ അതോ പ്ലാറ്റിനം മെമ്പർഷിപ്പ് വേണോ? ഇതിന് രണ്ടിനും എന്താ വ്യത്യാസമുള്ളത്? ഗോൾഡ് വേണമെങ്കിൽ 5000, പ്ലാറ്റിനം ആണെങ്കിൽ 50,000. ഓ അങ്ങനെയാണെങ്കിൽ നല്ലത് പ്ലാറ്റിനം തന്നെ എടുത്തോന്നേ. ശരി, നിന്റെ കാർഡ് താ. കാർഡോ? എന്റെ കാർഡ് എന്തിനാ? പിന്നെ ഇതിന്റെ കാശ് കൊടുക്കണ്ടേ? നീ കാശ് കൊടുക്ക്. ഞാൻ എന്തിനു കാശ് കൊടുക്കണം? നീ അത് കൊടുത്തേ നോക്കൂ. ഐശ്വര്യ, ഞാനിപ്പോ നിനക്കൊരു 500 രൂപ അങ്ങോട്ട് തന്നു എന്റെ വെച്ചു. അത് ദൈവമേ, നീ നീ ഒന്ന് നിർത്ത്. ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം. ഉം. ഞാൻ തന്നെ അച്ഛനമ്മ ഇല്ലാതെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാ ജീവിക്കുന്നത്. എന്തിനാ നീ എന്നെ ഇത്രയ്ക്ക് വിഷമിപ്പിക്കുന്നത്? ഐ വാണ്ട് മോർ ഇമോഷൻ. രജിസ്റ്റർ ചെയ്തു. അതെന്തായാലും നന്നായി. 50,000 രൂപ പോയി. ഇപ്പൊ സന്തോഷമായില്ലേ? സ്ഥലമിടം നോക്ക്. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം, എനിക്കൊരു പെണ്ണ് സെറ്റാന്ന് പറഞ്ഞ് ഈ സൂയിസൈഡ് എന്ന പരിപാടി മാറ്റി വെച്ചേക്കണം. കൊന്നുകളയും. എനിക്ക് തപ്പിക്കൊടുത്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. വരട്ടെ.